ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. ദില്ലിയിൽ നിന്ന് വിക്ഷേപിച്ചൊരു മിസൈല് വെറും 3 മിനിറ്റിനുള്ളിൽ ഇസ്ലാമാബാദിനെ ചാരമാക്കുന്നു. റഡാറുകൾക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ പ്രതിരോധ സംവിധാനങ്ങളായ അമേരിക്കയുടെ പാട്രിയറ്റോ റഷ്യയുടെ S-400 പോലും തടയാൻ കഴിയില്ല. ഇത് സയൻസ് ഫിക്ഷൻ സിനിമയല്ല, ഇത് ഇന്ത്യയുടെ പുതിയ യാഥാർത്ഥ്യമാണ്. ശബ്ദത്തെക്കാൾ 8 ഇരട്ടി വേഗത്തിൽ ശത്രുവിന്റെ നെഞ്ചകം പിളർക്കുന്ന കൃത്യതയുമായി ബ്രഹ്മോസ് 2 വരുന്നു. പാകിസ്ഥാൻ ഭയന്നോടിയ ഓപ്പറേഷൻ സിന്ദൂർ നിങ്ങൾ ഓർക്കുന്നില്ലേ? അന്ന് സൂപ്പർസോണിക് ബ്രഹ്മോസ് സൃഷ്ടിച്ച പ്രകമ്പനം പാക് ഭരണാധികാരികളെ കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിനെ 50 തവണ ഫോൺ വിളിപ്പിച്ചുവെങ്കിൽ ഇനി വരാനിരിക്കുന്ന ഈ ഹൈപ്പർസോണിക് രാക്ഷസനെ അവരെങ്ങനെ നേരിടും? അപ്പോൾ ബ്രഹ്മോസ് 2 വരാം. എന്തുകൊണ്ടാണ് ചൈന പോലും ഈ ഇന്ത്യൻ ആയുധത്തിന് മുന്നിൽ മുട്ടുവിറച്ചു നിൽക്കുന്നത്? ഭാരതം എങ്ങനെയാണ് ലോകത്തിലെ മിസൈൽ സാങ്കേതിക വിദ്യയുടെ നെറുകയിലെത്തിയത്? ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ സ്വപ്നവും നരേന്ദ്രമോദി സർക്കാരിന്റെ ഇച്ഛാശക്തിയും ചേർന്ന് നിർമ്മിച്ച ഈ അജയ്യ ശക്തിയുടെ കഥ നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. ഇത് നവഭാരതത്തിന്റെ കരുത്തിന്റെ കഥയാണ്. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ബ്രഹ്മോസ് 2 പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ മുൻഗാമിയായ സൂപ്പർസോണിക് ബ്രഹ്മോസ് സൃഷ്ടിച്ച ആ ഭീതി നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രതിരോധ വൃത്തങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്നറിയപ്പെടുന്ന ആ നീക്കം ഇന്ത്യയുടെ സൈനിക ചരിത്രത്തിലെ ഏറ്റവും തന്ത്രപരമായ ഒന്നായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ തലയുയർത്തി നിന്ന നിമിഷം അന്ന് സംഭവിച്ചത് ഇതായിരുന്നു. പാകിസ്ഥാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇന്ത്യ ബ്രഹ്മോസ് പ്രയോഗിച്ചു. ശബ്ദത്തെക്കാൾ 3 ഇരട്ടി വേഗതയുള്ള ബ്രഹ്മോസ് പാകിസ്ഥാന്റെ റഡാറുകളിൽ ഒരു പുള്ളിയായി പോലും തെളിയുന്നതിന് മുമ്പേ ലക്ഷ്യസ്ഥാനത്തെത്തി. ലക്ഷ്യം മറ്റൊന്നുമല്ല, പാകിസ്ഥാന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ നൂർ എയർബേസ്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ സൂക്ഷിക്കുന്ന രഹസ്യ ബങ്കറുകൾ ഇവിടെ ഉണ്ടായിരുന്നു. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ഭൂമിക്കടിയിലെ ബങ്കറുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ആ ഭാഗത്ത് ആണവ വികിരണം ഉണ്ടായതായും റിപ്പോർട്ടുകൾ വന്നു. ആ രാത്രി പാക് പ്രധാനമന്ത്രിക്ക് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റിനെ സഹായത്തിനായി അദ്ദേഹം നിരന്തരം വിളിച്ചു. അന്ന് സൂപ്പർസോണിക് ബ്രഹ്മോസിന് മുന്നിൽ പാകിസ്ഥാന്റെ സകല പ്രതിരോധവും തകർന്നടിഞ്ഞു. എങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കൂ, അതിനേക്കാൾ ഇരട്ടിയിലധികം വേഗതയുള്ള ബ്രഹ്മോസ് 2 വരുമ്പോൾ അവരുടെ അവസ്ഥ എന്തായിരിക്കും? ഇവിടെയാണ് നമ്മൾ ഹൈപ്പർസോണിക് എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്. സാധാരണ മിസൈലുകളിൽ നിന്നും ബ്രഹ്മോസ് 2 വ്യത്യസ്തനാക്കുന്നത് എന്താണ്? അതിന്റെ വേഗത തന്നെയാണ്. നമുക്ക് വേഗതയുടെ ലോകത്തിലേക്ക് പോകാം. സബ്സോണിക് എന്നാൽ ശബ്ദത്തേക്കാൾ വേഗത കുറഞ്ഞവയാണ്. നമ്മുടെ സാധാരണ യാത്രാ വിമാനങ്ങൾ ഇതിൽപ്പെടും. സൂപ്പർസോണിക് അത് ശബ്ദത്തേക്കാൾ 1 മുതൽ 5 ഇരട്ടി വരെ വേഗതയുള്ളവ. നിലവിലെ ബ്രഹ്മോസ് ഈ വിഭാഗത്തിലാണ് പെടുക. ഹൈപ്പർസോണിക് എന്നാൽ ശബ്ദത്തേക്കാൾ 5 ഇരട്ടിയിലധികം വേഗതയുള്ളവ. അതായത് മാക് 5 മുകളിൽ ബ്രഹ്മോസ് 2 സഞ്ചരിക്കാൻ പോകുന്നത് മാക് 7 വേഗതയിലായിരിക്കുമെന്നാണ് സൂചനകൾ. സെക്കൻഡിൽ ഏകദേശം 2.5 കിലോമീറ്റർ ഒക്കെ വരും. സാധാരണ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ആകാശത്തേക്ക് വലിയൊരു വില്ല് പോലെ ഉയർന്നു പൊങ്ങി താഴേക്ക് പതിക്കുന്നവയാണ്. ഇവയെ ദൂരത്ത് നിന്നേ റഡാറുകൾക്ക് കണ്ടെത്താം. എന്നാൽ ബ്രഹ്മോസ് 2 പ്രത്യേകത നോക്കാം. ലോ ആൾട്ടിറ്റ്യൂഡ് ഫ്ലൈറ്റ് ആണ്. ഇത് ഭൂനിരപ്പിനോട് ചേർന്ന് സഞ്ചരിക്കും. ഇത് റഡാറുകളുടെ കണ്ണിൽ നിന്ന് ഇതിനെ മറച്ചു പിടിക്കും. ഇനി പ്ലാസ്മ ഷീൽഡ്, ഇതാണ് ഏറ്റവും വലിയ അത്ഭുതം. മാക് 7 വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ മിസൈലിന് ചുറ്റുമുള്ള വായു അത്യന്തം ചൂടാവുകയും അതൊരു പ്ലാസ്മ പാളിയായി മാറുകയും ചെയ്യും. ഈ പ്ലാസ്മ ഷീൽഡ് റഡാർ തരംഗങ്ങളെ ആഗിരണം ചെയ്യും. ഫലത്തിൽ ശത്രുവിന്റെ സ്ക്രീൻ ഈ മിസൈൽ അദൃശ്യനായിരിക്കും. അടുത്തത് മാനുവറബിലിറ്റി ആണ്. സാധാരണ മിസൈലുകൾ തൊടുത്തുവിട്ടാൽ അതിന്റെ പാത മാറ്റാൻ പ്രയാസമാണ്. എന്നാൽ ബ്രഹ്മോസ് 2 പാതി വഴിയിൽ വെച്ച് ദിശ മാറ്റാൻ സാധിക്കും. ശത്രു ഒരു ആന്റി മിസൈൽ വിക്ഷേപിച്ചാൽ അതിനെ കബളിപ്പിച്ച് മുന്നോട്ട് പോകാൻ ഇതിന് സാധിക്കും. ഈ അമാനുഷിക വേഗത നൽകുന്നത് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സ്ക്രാം ജെറ്റ് എഞ്ചിനാണ്. സാധാരണ എഞ്ചിനുകൾ അന്തരീക്ഷത്തിലെ വായുവിനെ കംപ്രസ് ചെയ്ത് ഇന്ധനം കത്തിക്കുമ്പോൾ സ്ക്രാം ജെറ്റ് എഞ്ചിൻ സൂപ്പർസോണിക് വേഗതയിൽ വരുന്ന വായുവിനെ നേരിട്ട് ഉപയോഗിക്കും. DRDOയും റഷ്യയുടെ NPO മെഷനോസ്ട്രേനിയയും സംയുക്തമായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിന്റെ കൃത്യത എത്രത്തോളമാണെന്ന് അറിയാമോ? 1000 കിലോമീറ്റർ അകലെയുള്ള ഒരു കെട്ടിടത്തിന്റെ ജനലിലൂടെ വരെ ഈ മിസൈലിന് അകത്തേക്ക് കയറ്റാൻ സാധിക്കും. ഇതിനെയാണ് നമ്മൾ പിൻ പോയിന്റ് ആക്യുറസി എന്ന് വിളിക്കുന്നത്. ഹൈപ്പർസോണിക് മിസൈലുകൾ കൈവശമുള്ള രാജ്യങ്ങളുടെ പട്ടിക വളരെ ചെറുതാണ്. റഷ്യയുടെ സിർക്കോൺ, ചൈനയുടെ DF-17, അമേരിക്കയുടെ AGM-183 എന്നിവയാണ് നിലവിലെ താരങ്ങൾ. ഈ എലൈറ്റ് ഗ്രൂപ്പിലേക്കാണ് ഇന്ത്യ തലയുയർത്തി കടന്നു ചെല്ലുന്നത്. ഹിമാലയൻ അതിർത്തിയിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ചൈന ഉയർത്തുന്ന വെല്ലുവിളികൾക്ക് ഇന്ത്യ നൽകുന്ന കൃത്യമായ മറുപടി കൂടിയാണ് ബ്രഹ്മോസ് 2. ചൈനയുടെ അത്യാധുനികമായ വിമാനവാഹിനി കപ്പലുകളെ പോലും മിനിറ്റുകൾക്കുള്ളിൽ കടലിന്റെ അടിത്തട്ടിൽ എത്തിക്കാൻ ഇതിന് ശേഷിയുണ്ട്. ഇനി നമുക്ക് പാകിസ്ഥാന്റെ അവസ്ഥ നോക്കിയാലോ? ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ നിന്നും വിക്ഷേപിച്ചാൽ പാകിസ്ഥാനിലെ ഏത് പ്രധാന നഗരത്തിലും എത്താൻ ഈ മിസൈലിന് വേണ്ടത് കേവലം 2 മുതൽ 4 മിനിറ്റ് മാത്രമാണ്. അവരുടെ പക്കലുള്ള ഒരു പ്രതിരോധ സംവിധാനത്തിനും ഇതിനെ തൊടാൻ പോലും കഴിയില്ല എന്ന് സാരം.
ഭാരതത്തിന്റെ മിസൈൽ യുഗത്തിന് അടിത്തറ പാകിയത് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. 1990-കളിൽ ഇന്ത്യക്ക് വിദേശ രാജ്യങ്ങളുടെ സാങ്കേതിക വിദ്യ നിഷേധിച്ചപ്പോൾ നമ്മൾ സ്വന്തമായി വളരണമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ബ്രഹ്മോസ് എന്ന പേര് പോലും അദ്ദേഹം നൽകിയതാണ്. ഭാരതത്തിലെ പുണ്യനദിയായ ബ്രഹ്മപുത്രയുടെയും റഷ്യയിലെ മോസ്കോയുടെയും പേരുകൾ ചേർന്നാണ് ആ പേര് പിറന്നത്. ഇന്ന് ബ്രഹ്മോസ് മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് പദ്ധതികളുടെ ഏറ്റവും വലിയ വിജയഗാഥയാണ്. മിസൈലിന്റെ 80% ഭാഗങ്ങൾ ഇന്ന് ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിക്കുന്നത്. ഇത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആയുധം വാങ്ങുന്നതിൽ നിന്ന് ഇന്ത്യയെ ഒരു ആയുധ കയറ്റുമതി രാജ്യമാക്കി മാറ്റി. ഫിലിപ്പീൻസുമായി ഇന്ത്യ ഒപ്പിട്ട ബ്രഹ്മോസ് കരാർ ഇതിന്റെ ആദ്യ പടി മാത്രമാണ്. ബ്രഹ്മോസ് 2 വെറും ഒരു സാങ്കേതിക നേട്ടമല്ല, അത് ശക്തമായ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ കൂടി ഫലമാണ്. 2014 ശേഷം ഭാരതത്തിന്റെ പ്രതിരോധ മേഖലയിൽ നമ്മൾ കണ്ടത് സമാനതകളില്ലാത്ത കുതിച്ചുചാട്ടമാണ്, അല്ലെ? പഴയകാലത്തെ ചുവപ്പ് നാടകളിൽ കുടങ്ങിക്കിടക്കുന്ന പ്രതിരോധ ഫയലുകൾക്ക് വേഗത നൽകാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. പഹൽഗാമിലും ഉറിയിലും ബാലാക്കോട്ടിലെയൊക്കെ തിരിച്ചടികളുടെ ശത്രുവിന് ന്യൂ ഇന്ത്യയുടെ ഭാഷ മനസ്സിലാക്കി കൊടുത്ത അതേ നിശ്ചയദാർഢ്യമാണ് ബ്രഹ്മോസ് 2 വികസനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. നമ്മൾ ആരെയും ഉപദ്രവിക്കില്ല, പക്ഷെ നമ്മൾ ഉപദ്രവിക്കാൻ വന്നാൽ അവരുടെ ഗുഹയിൽ ചെന്ന് പ്രഹരിക്കാൻ ഇന്ത്യക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല എന്ന സന്ദേശമാണ് ഇത് നൽകുന്നത്. ബ്രഹ്മോസ് 2 വരുന്നത് ഇന്ത്യയെ ലോകശക്തിയാക്കാൻ വേണ്ടിയാണ്. ഇത് കേവലം ഒരു ആയുധമല്ല, മറിച്ച് 140 കോടി ജനങ്ങളുടെ അഭിമാനമാണ്. DRDOയുടെ ശാസ്ത്രജ്ഞർ നൽകുന്ന സൂചനകൾ പ്രകാരം ഇതിന്റെ പ്രോട്ടോടൈപ്പ് പരീക്ഷണങ്ങൾ ഉടൻ തന്നെ നടക്കും. അത് പൂർത്തിയാകുന്നതോടെ ലോകത്തിലെ ഏറ്റവും മികച്ച മിസൈൽ സാങ്കേതിക വിദ്യയുടെ രാജ്യം എന്ന പദവി ഇന്ത്യ ഉറപ്പിക്കും. ഭയമില്ലാത്ത കരുത്തുള്ള ഒരു ഭാരതത്തിലേക്കാണ് നമ്മൾ നടന്നു നീങ്ങുന്നത്. ഹൈപ്പർസോണിക് യുഗത്തിലേക്ക് ഇന്ത്യ ചുവട് വെക്കുമ്പോൾ ലോകം നമുക്ക് പിന്നിൽ നിൽക്കും. ഓപ്പറേഷൻ സിന്ദൂർ ഒരു തുടക്കം മാത്രമായിരുന്നു. ഇനി വരാനിരിക്കുന്നത് ഹൈപ്പർസോണിക് വിപ്ലവങ്ങളാണ്. ഭാരതത്തിന്റെ ഈ മിസൈൽ ശക്തിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.